ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി ഗതാഗത നിയമം ലംഘിച്ചോടിച്ച ജീപ്പ് അടിമുടി വ്യാജനെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. വണ്ടി പൂർണ്ണമായി റീ അസംബിൾ ചെയ്തതാണെന്ന് പരിശോധനയിൽ വ്യക്തമായി. ജീപ്പുമായി സ്റ്റേഷനിൽ ഹാജരായ ഷൈജലിനെ പനമരം പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. വാഹനത്തിൽ ഘടിപ്പിച്ച വലിയ ടയറുകൾ ഷൈജലിന്റെ ബന്ധുവീട്ടിൽ നിന്ന് ഇന്നലെ പോലീസ് കണ്ടെത്തിയിരുന്നു. നേരത്തെ കണ്ടെത്തിയ ടയറുകളും എക്സ്ട്രാ ഫിറ്റിംഗുകളും മാത്രമല്ല, വാഹനം തന്നെ പൂർണ്ണമായി റീ അസംബിൾ ചെയ്തതാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. നേരത്തെ സൈന്യം ഉപയോഗിച്ചിരുന്നതാണ് ഈ ജീപ്പെന്നും 2016 ലേലത്തിനെടുത്ത വാഹനം പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും 2017 വാഹനം മലപ്പുറത്ത് റീ രജിസ്റ്റർ ചെയ്തതെന്നും മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞു. ജീപ്പിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ വയനാട് എൻഫോഴ്സ്മെന്റ് RTO മലപ്പുറം RTOയ്ക്ക് ശുപാർശ നൽകി. വാഹനം ഓടിക്കുമ്പോൾ ആകാശ് തില്ലങ്കരിക്കൊപ്പം മുൻസീറ്റിലുണ്ടായിരുന്ന പനമരം സ്വദേശി ഷൈജലാണ് ഇന്നലെ ജീപ്പ് പനമരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. രജിസ്ട്രേഷൻ നമ്പർ പതിപ്പിച്ചതിനൊപ്പം വാഹനത്തിലെ പുതിയ ടയറുകൾ ഊരിമാറ്റി പഴയപടിയാക്കി ബാറ്ററിയും ഊരിയെടുത്ത ശേഷമാണ് ജീപ്പ് എത്തിച്ചത്. ആകാശ് തില്ലങ്കേരി വയനാട്ടിലെത്തിയതിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ ഉൾപ്പെടെ അറിയാനുണ്ടെങ്കിലും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഷൈജലിനെ പോലീസ് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു. നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതിനാൽ വാഹനം കണ്ടെത്താൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു ആദ്യം മോട്ടോർ വാഹന വകുപ്പ്. വിമർശനം ശക്തമായതിനു പിന്നാലെയാണ് നിയമം ലംഘിച്ചോടിച്ച വാഹനം പിടിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പനമരം പോലീസിന് നിർദ്ദേശം നൽകിയത്. മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ജീപ്പ് എന്നാണ് നിലവിൽ MVD നിലപാട്. ജയ്ഹിന്ദ് ന്യൂസ്, വയനാട്.